എല്ലാവർക്കും നമസ്കാരം. ഞാൻ ജയശ്രീ എസ് നായർ. ഇന്ന് ഞാൻ വിഷുവിനെ കുറിച്ചാണ് പറയുന്നത്. കേരളത്തിലെ കാർഷിക ഉത്സവമാണ് വിഷു. ഓണം കഴിഞ്ഞാൽ കേരളീയർ ഏറ്റവും കൂടുതൽ ആഘോഷിക്കുന്ന ഒരു ആഘോഷമാണ് വിഷു മഹോത്സവം. വിഷു എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ ഓടിയെത്തുന്നത് വിഷുക്കണിയും വിഷുക്കൈനീട്ടവുമാണ്. അപ്പം നമുക്കറിയാം, പ്രകൃതി ഒരു ജനുവരി ഫെബ്രുവരി മാസമാകുമ്പോഴേ കണിക്കൊന്ന എല്ലാം പൂത്തുലഞ്ഞ് നിൽക്കും. വിഷു അപ്പം നമ്മൾ പറയാറുണ്ട്, സാധാരണ വിഷുവിന് മുമ്പേ കൊന്നയെല്ലാം പൂത്തു എന്ന് പറയും. അപ്പം വിഷു ആകുമ്പോഴത്തേനും മിക്കവാറും മഴയും കാറ്റും ഒക്കെ വന്ന് കൊന്നപ്പോൾ എല്ലാം പൊഴിഞ്ഞു പോവുകയും ചെയ്യും ആ സമയമാകുമ്പോഴത്തേനും. അപ്പം വിഷു കൈനീട്ടം, വിഷുക്കണി, വിഷു സദ്യ, ഇതൊക്കെയാണ് നമ്മുടെ മനസ്സിൽ ഓടിയെത്തുന്ന വിഷു മഹോത്സവത്തിൻ്റെ ഓർമ്മകൾ. അപ്പം വിഷുവിൻ്റെ ഐതിഹ്യം എന്ന് പറഞ്ഞാൽ ശ്രീകൃഷ്ണൻ നരകാസുരനെ നിഗ്രഹിച്ചതിൻ്റെ സന്തോഷ സൂചകമായിട്ടാണെന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ ഈ വിഷുക്കാലത്ത്, ഈ വിഷു സമയത്ത് രാവും പകലും, ഈ സൂര്യോദയവുമായിട്ട് ബന്ധപ്പെട്ട് പറയുന്നുണ്ട്, രാത്രിയും പകലും തുല്യമായിരിക്കും. അപ്പം രാത്രിയും പകലും തുല്യമായിരിക്കുന്ന സമയത്ത് പ്രകൃതിയെല്ലാം അതിമനോഹരമായിട്ടാണ്, അതീവ സുന്ദരിയായിട്ടാണ് പ്രകൃതി മാതാവിരിക്കുന്നത്. കാരണം എല്ലായിടത്തും പലതരത്തിലുള്ള പൂക്കൾ, പ്രത്യേകിച്ചും കണിക്കൊന്ന മഞ്ഞ നിറത്തിലുള്ള പൂക്കൾ ധാരാളമായി ഉണ്ടാകുന്ന ഒരു സമയമാണ്. മുല്ലപ്പൂവിൻ്റെ സമയമാണ്. അങ്ങനെ പ്രകൃതി ഇങ്ങനെ എന്താ പറയുന്നത്, സൗന്ദര്യം കൊണ്ട് അങ്ങ് നിറഞ്ഞു നിൽക്കുന്നതാണ്. അതുപോലെ വൃക്ഷലതാദികൾ നല്ല ഭംഗിയോടെ നിൽക്കുന്നു. എല്ലാ ഫലവൃക്ഷങ്ങളും ഇങ്ങനെ പൂത്തുലഞ്ഞ് കായ്ച്ച്, മാവ് നിറച്ച് മാങ്ങ, പ്ലാവ് നിറച്ച് ചക്ക, ഇതൊക്കെ നമ്മുടെ ഈ വിഷുക്കാലത്ത് നമുക്ക് കാണാൻ കിട്ടുന്ന ഫലങ്ങളാണ്. അതുപോലെ തന്നെ പ്രകൃതി മനോഹരമായ ആ ഒരു അന്തരീക്ഷത്തിലാണ് വിഷു മഹോത്സവം ആഘോഷിക്കുന്നത്. ഇത് കാർഷിക ഉത്സവമാണെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ വിളവെടുപ്പ് ഉത്സവമായിട്ടും ഈ വിഷുവിനെ കരുതുന്നുണ്ട്. അപ്പം മേടം 1 എന്ന് പറയുന്നതാണ് വിഷു. സാധാരണഗതിയിൽ മേടം 1 ഏപ്രിൽ 14 വിഷു വരുന്നത്. ഇപ്രാവശ്യം മേടം 2 ഏപ്രിൽ 15 വിഷു ആഘോഷിക്കുന്നത്. അപ്പം ഈ മേടം 1 തൊട്ട് 10-ാം തീയതി, മേടം 10-നെയാണ് 10-ാം ഉദയം എന്ന് പറയുന്നത്. അത് കാർഷിക മേഖലയിൽ കാർഷികത്തിന് കൃഷി ചെയ്യാൻ ഏറ്റവും ഫലപ്രദമായ ദിവസമാണ്. പുതിയ വിത്ത് വിതയ്ക്കാനും ഒക്കെയുള്ള ഏറ്റവും നല്ല ഒരു മുഹൂർത്തമായിട്ടാണ് 10-ാം ഉദയത്തെ കാണുന്നത്. അപ്പം 10-ാം ഉദയം എന്ന് പറയുന്നത് വളരെ ശ്രേഷ്ഠമായ ഒരു ദിനം കൂടിയാണ്. അതും ഈ മേടമാസത്തിലാണ് വരുന്നത്. അപ്പം എല്ലാം കൊണ്ടും ഈ വിഷുക്കാലം ഏറ്റവും ആനന്ദകരമാണ്. പ്രത്യേകിച്ചും കുഞ്ഞുങ്ങൾക്ക്. കാരണം കുട്ടികൾക്ക് അന്ന് വിഷു കൈനീട്ടം കിട്ടുന്ന സമയമാണ്. എല്ലാവരും കുഞ്ഞുങ്ങൾക്ക്, വീട്ടിലെ മുതിർന്നവരെല്ലാവരും കുട്ടികൾക്ക് വിഷു കൈനീട്ടം കൊടുക്കും. ഞങ്ങളുടെയൊക്കെ ചെറുപ്പകാലത്ത് വിഷു വരുമ്പോൾ ഒരു ആഘോഷമാണ്. കാരണം എല്ലാവരും ഒന്ന് പൈസ തരുമല്ലോ. അപ്പം നമ്മൾ ആരോടെങ്കിലും പൈസ വാങ്ങിച്ചാൽ വഴക്ക് പറയാതെ നമുക്ക് മേടിക്കാൻ കിട്ടുന്ന ഒരവസരമാണ് വിഷു കൈനീട്ടം കിട്ടുക എന്ന് പറയുന്നത്. പണ്ടത്തെ കാലത്ത് എന്ന് പറഞ്ഞാൽ 1 രൂപയായിരുന്നു, ഒരു വെള്ളിത്തൊട്ടായിരുന്നു ഞങ്ങൾക്കൊക്കെ കിട്ടുന്നത്. 1 രൂപ ഇപ്പോഴത്തെ 1 രൂപ, അന്നത്തെ 1 രൂപ എന്ന് പറയുന്നത് ഇപ്പോഴത്തെ 100 രൂപയെക്കാട്ടിൽ വിലയുള്ള സമയമാണ്. അപ്പോൾ 1 രൂപ തുട്ട് എന്ന് പറയുന്നതിനാണ് മഹത്വം. ഇപ്പോഴെങ്ങനെയാണെന്ന് ചോദിച്ചാൽ, ഇപ്പോൾ എല്ലാ കൊച്ചുമക്കളും ഒക്കെ വിദേശത്തായിരിക്കും. അപ്പോൾ അമ്മമാർ പ്രായമായ അച്ഛനും അമ്മയും തന്നെയുള്ളത് വിഷു കൈനീട്ടം കൊടുക്കാൻ ആരും കാണത്തില്ല. അപ്പം ഇപ്പോഴത്തെ കൈനീട്ടം എങ്ങനെയാണ് വരുന്നത്? ഇപ്പോഴെല്ലാം ഗൂഗിൾ പേ ആണ്. അപ്പോൾ അതിനകത്ത് പക്ഷേ തനതായ സൗന്ദര്യം എന്ന് പറയുന്നത് എന്താണ്? വീട്ടിലെ മുതിർന്നവരുടെ കൈകൊണ്ട് കൊച്ചുമക്കളുടെ കയ്യിലോട്ട് വെച്ച് കൊടുക്കുന്ന ആ ഒരു വിഷു കൈനീട്ടം എന്ന് പറയുന്നത്, അതിനാണ് മഹത്വം, അതാണ് ശ്രേഷ്ഠം. ഇപ്പം മക്കളായാലും നമ്മുടെ മാതാപിതാക്കൾക്ക് പൈസ ഗൂഗിൾ പേ വഴി കൊടുക്കുന്നു, വിഷു കൈനീട്ടം എന്ന് പറഞ്ഞ്. പണ്ടത്തെ ആ ഒരു തനതായ രീതി ഇപ്പോഴും പാലിക്കുന്നവർ ധാരാളമുണ്ട്. വിഷുക്കണിയൊക്കെ ഒരുക്കുന്ന കൂട്ടത്തിൽ എന്ത് ചെയ്യും? നമ്മൾ അതിനകത്ത് വെച്ചിരിക്കുന്ന നാണയങ്ങളാണ് നമ്മൾ അതിരാവിലെ വീട്ടിൽ വരുന്ന ആളുകൾക്ക്, അത് മക്കൾക്കും കൊച്ചുമക്കൾക്കൊന്നും മാത്രമല്ല, അന്ന് വീട്ടിലെത്തുന്ന എല്ലാവർക്കും കൈനീട്ടം കൊടുക്കും. അങ്ങനെ വളരെ മനോഹരമായ, വളരെ ആഘോഷപൂർവമായ, ആഹ്ലാദപൂർവമായ ഒരു ആഘോഷമാണ് വിഷു എന്ന് പറയുന്നത്. ഭഗവാൻ ശ്രീകൃഷ്ണനെ ബന്ധപ്പെടുത്തിയാണ് വിഷു ആഘോഷങ്ങൾ നടക്കുന്നത്. പ്രധാന ക്ഷേത്രങ്ങളായ ഗുരുവായൂർ, ശബരിമല, ആറന്മുള ക്ഷേത്രങ്ങളിലൊക്കെ വിഷുക്കണിക്ക് പ്രത്യേക പ്രാധാന്യമുണ്ട്. എല്ലാ ക്ഷേത്രങ്ങളിലും വിഷുക്കണി ഒരുക്കും. പക്ഷേ ഈ മഹാക്ഷേത്രങ്ങളിലൊക്കെ അതിന് പ്രത്യേകമായ ഒരു പ്രാധാന്യം തന്നെ ഉണ്ട്. ഇനി നമുക്ക് വിഷുക്കണി ഒരുക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. വിഷുക്കണി ഒരുക്കുന്നതിന് മുമ്പ് ഞാൻ എൻ്റെ എല്ലാ ദേവീദേവന്മാരോടും പ്രാർത്ഥിക്കുകയാണ്, എന്നെ അനുഗ്രഹിക്കണമെന്ന്. കാരണം ഇന്നലെ ചെറിയൊരു പ്രശ്നം ഉണ്ടായിരുന്നു.
അപ്പം എനിക്ക് കിട്ടിയ ഞാൻ വെച്ച് ആരാധിക്കുന്ന എൻ്റെ കൃഷ്ണനാണിത്. വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ ഗുരുവായൂർ അമ്പലത്തിൽ നിന്നും കൊണ്ടുവന്നതാണ്. ഇന്നലെ പക്ഷേ ഈ ഒരു വീഡിയോ ഞാൻ ചെയ്തെങ്കിലും ഭഗവാനെ ഈ ഇരിക്കുന്ന ആരെയും തന്നെ ഒന്ന് സ്മരിച്ചില്ല. അതിൻ്റെതായ ഫലം എനിക്ക് കിട്ടി. ഞാൻ ഇന്നലെ ഈ വീഡിയോ എടുത്തതാണ്. ഇത് പറഞ്ഞ് വീഡിയോ എടുത്തെങ്കിലും എനിക്കത് മുഴുമിപ്പിക്കാൻ പറ്റിയില്ല. അതിൻ്റെ കാരണം എനിക്ക് പിടികിട്ടി. അതുകൊണ്ട് ഞാൻ എൻ്റെ ഭഗവാനോട് ആദ്യമേ ക്ഷമ ചോദിച്ചുകൊണ്ട്, ഭഗവാനെ എല്ലാ ഐശ്വര്യങ്ങളും തരണേ, ഇത് നന്നായിട്ട് പറയാനും എനിക്കിവിടെ കണി ഒരുക്കാനും എന്നെ അനുഗ്രഹിക്കണേ എന്ന് ഭഗവാന്റെ പാദം തൊട്ട് പറയുകയാണ്. എല്ലാ ദേവീ ദേവന്മാരുടെ അനുഗ്രഹത്തോടു കൂടി ഞാനിവിടെ കണി ഒരുക്കുകയാണ്. ആദ്യമേ ഒരു പിച്ചള താലം എടുത്തിട്ട് അതിൽ മഞ്ഞപ്പട്ട് വിരിച്ച് ഞാനൊരു കൃഷ്ണ വിഗ്രഹമാണ് വെക്കുന്നത്, ഭഗവാനെയാണ് വെക്കുന്നത്. ഈ ഭഗവാന്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ, ഈ വർഷത്തെ ബർത്ത്ഡേക്ക് എനിക്ക് എൻ്റെ കൂടെ ജോലി ചെയ്യുന്ന അധ്യാപകർ, സ്കൂളിലെ എല്ലാവരും കൂടെ ചേർന്ന് എനിക്ക് തന്ന ശ്രീകൃഷ്ണ വിഗ്രഹമാണ്. എനിക്ക് വളരെ സർപ്രൈസിങ് ആയിട്ട് കിട്ടിയ ഒരു ഗിഫ്റ്റാണ്. അപ്പം ഈ ഭഗവാനെയാണ് ഞാൻ ഈ വിഷുക്കാലത്ത് വിഷുക്കണി ഒരുക്കാനായിട്ട് വെക്കുന്നത്. അപ്പം എന്താ പറയുന്നത്, സർപ്രൈസായിട്ട് കിട്ടിയ. അപ്പം ഭഗവാനോട് ഞാൻ ദിവസവും ചോദിക്കുക, എന്നാ എന്നെ ഒന്ന് ഗുരുവായൂരോട്ട് വിളിക്കുന്നേ, ഞാൻ എന്നാ വരേണ്ടത് എന്നൊക്കെ മനസ്സിലിങ്ങനെ ഈ ഭഗവാനോടായിരുന്നു ചോദിച്ചുകൊണ്ടിരുന്നത്. അപ്പം എന്താ ഒരു പുതിയ കൃഷ്ണനെ തന്നെ എനിക്ക് കിട്ടി. അപ്പം ഞാൻ ഒരു തട്ടമെടുത്ത് മഞ്ഞ പട്ട് വിരിച്ചു, അതിനകത്ത് കൃഷ്ണനെ വെക്കുകയാണ്. ഭഗവാനെ വെക്കുന്നു. ഭഗവാനെ വെച്ചു. ഇനി ഭഗവാന് ഞാനൊരു മഞ്ഞ പട്ടുടുപ്പിക്കുകയാണ്. ഭഗവാൻ അതീവ സുന്ദരനാണ്, എന്നാലും ഒരു പട്ടുകൂടെ ഉടുപ്പിച്ചേക്കാം. പട്ട് കോണമൊക്കെ ഉണ്ട് ഇതിനകത്ത്. ഒരു പട്ട് ഉടുപ്പിക്കുക. പട്ടുടുപ്പിച്ചു. അതിനുശേഷം ഭഗവാനൊരു മാല ചാർത്തുകയാണ്. പൂക്കളൊക്കെ വാടി രാവിലെ കെട്ടിവെച്ച മാലയാണ്. ഭഗവാൻ തുളസിയും തെറ്റിയും എല്ലാം കൂടെ ചേർന്ന ഒരു മാലയാണ് ഭഗവാനുള്ളത്. ഈ ഭഗവാന് തുളസിമാല, കുറച്ചേറെ തുളസിയുണ്ട് അതിനകത്ത്. കഴിഞ്ഞ വർഷം ഈ കൃഷ്ണനെയായിരുന്നു ഞാൻ കണിയൊരുക്കുന്നതിനായിട്ട് വെച്ചിരുന്നത്. അപ്പം ഇനിയും അടുത്തത് ഇനി നമുക്ക് വേണ്ടത് എന്തൊക്കെ സാധനങ്ങളാണെന്നുള്ളതാണ്. ആദ്യമേ ഒരു ഒട്ടുരുളി എടുത്തു. ഇതിനകത്ത് ഞാൻ ആദ്യം തന്നെ കുറച്ച് നെല്ലിട്ടിട്ടുണ്ട്, കുറച്ച് അരിയും വെച്ചിട്ടുണ്ട്. അപ്പം ഇതിൻ്റെ എന്ന് വെച്ചാൽ അന്നപൂർണേശ്വരിയാണ് നമ്മുടെ കാർഷിക വിഭവം എന്ന് പറഞ്ഞാൽ ഏറ്റവും ആദ്യം. അതുപോലെ ഏറ്റവും ആദ്യം നമുക്ക് വേണ്ടത് 5 തിരിയിട്ട നിലവിളക്കാണ്. 5 തിരിയിട്ട നിലവിളക്കെന്ന് പറഞ്ഞാൽ ആ നിലവിളക്കിൽ നല്ലെണ്ണയാണ് ഒഴിച്ചിരിക്കുന്നത്. എള്ളെണ്ണ ഒഴിച്ച് 5 തിരിയിട്ട് ഇവിടെ ഭദ്രദീപം കൊളുത്തി വെച്ചിട്ടുണ്ട്. അതിനുശേഷം ഭഗവാന് ഒരു താലമെടുത്ത് മഞ്ഞപ്പട്ട് വിരിച്ചു, അതിനകത്ത് ഭഗവാന്റെ വിഗ്രഹം വെച്ചു, ഭഗവാനെ പട്ടുടുപ്പിച്ചു, ഭഗവാന് മാലയിട്ടു. ഇനി നമ്മൾ വേണ്ടത് ഒരു ഓട്ടുരുളിയാണ്. ഓട്ടുരുളിയിൽ ആദ്യം നമ്മുടെ കേരളത്തിൻ്റെ കാർഷിക വിഭവമായ നെല്ലാണ്. ഇനിയും പിന്നെ നമുക്കത് ഈ കാർഷിക വിഭവത്തിൽ നിന്നും ഉണ്ടാകുന്ന ഉൽപ്പന്നം എന്ന് പറയുന്നത് അരിയാണ്. നെല്ലിൽ നിന്ന് നമ്മൾ നമ്മുടെ അന്നപൂർണേശ്വരിയായ ദേവിയെ സ്മരിച്ചുകൊണ്ട് ഞാൻ ഇവിടെ അരിയിടുന്നു. അപ്പം നെല്ലായി. അപ്പം ഓട്ടുരുളി എടുത്തു. കുറച്ച് നെല്ല് വേണം. പകുതി ഭാഗം നെല്ലും പകുതി ഭാഗം അരിയുമാണ് വേണ്ടത്. അപ്പം നെല്ലിട്ടു, അരിയിട്ടു. ഇനിയും നമുക്ക് വേണ്ടത് ഇനിയും ഇപ്പോഴത്തെ ഈ സമയത്തെ കാർഷിക വില എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം, പ്ലാവ് നിറച്ച് ചക്കയുണ്ട്. അപ്പോൾ ഒരു ചക്ക വെച്ചു. ചക്കയാണ് വെച്ചത് ആദ്യം. പിന്നെ ഫലവർഗ്ഗങ്ങളുടെ കൂട്ടത്തിൽ ഒരു കൈതച്ചക്ക വെച്ചു. അത് കഴിഞ്ഞ് മാങ്ങയാണ് വെച്ചത്. ഇതും നമ്മുടെ ഇപ്പോഴത്തെ കാർഷിക വിഭവങ്ങളിലാണ് മാങ്ങ. പിന്നെ കണിവെള്ളരി, കണി വെക്കുന്നതിൽ ഏറ്റവും പ്രാധാന്യമുള്ള സാധനമാണ് കണിവെള്ളരി വെച്ചു. അതും കാണത്തക്ക പോലെ വെക്കാം കണിവെള്ളരി. അപ്പം കണി കാണുമ്പോഴേ കണിവെള്ളരിയും കാണണം. അപ്പം ചക്ക വെച്ചു, മാങ്ങ വെച്ചു, കൈതച്ചക്ക വെച്ചു, കണിവെള്ളരി വെച്ചു.
ഇനി ഒരു മത്തങ്ങ എടുത്ത് വെച്ചു. മത്തങ്ങ ഉണ്ടായിരുന്നുകൊണ്ട് മത്തങ്ങ എടുത്ത് വെച്ചു. ഇനിയും പിന്നെ പഴം വെച്ചു. അപ്പം എല്ലാം എന്താ മഞ്ഞ കളർ കൊണ്ട് ഇങ്ങനെ ശോഭിക്കുകയാണ്. അപ്പം ഞാനിത് ഇനിയും വേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഇനിയൊരു ഇനിയും സാധനങ്ങൾ വെക്കാനുണ്ട്. അതിനു മുമ്പ് ഞാനൊരു എന്താ പറയുന്നത് 2 ക്യാരറ്റ് വെച്ചു. ക്യാരറ്റ്, പിന്നെ പഴങ്ങളുടെ കൂട്ടത്തിലൊരു മാതള നാരങ്ങ വെച്ചു. അതിനുശേഷം വാൽക്കണ്ണാടി വെക്കുകയാണ്. വാൽക്കണ്ണാടി അത്യാവശ്യമാണ്. നമുക്ക് ആറന്മുള കണ്ണാടി ഇല്ല, അപ്പോൾ ഒരു വാൽക്കണ്ണാടിയും വെച്ചു. നമ്മൾ ഈ കണി കാണുമ്പോഴേ എല്ലാ നമ്മുടെ എന്താ പറയുന്നത് സന്തോഷപൂർണമായ ഐശ്വര്യപൂർണമായ ആ ഒരു എന്താ പറയുന്നത് ആ ഒരു കാഴ്ച, ഐശ്വര്യത്തിൻ്റെ കാഴ്ച കണ്ണാടിയിൽ കൂടി പ്രതിഫലിക്കട്ടെ എന്നുള്ള ഒരു ഐതിഹ്യമാണ്. പിന്നെ ഇനി ഞാൻ വെക്കാൻ പോകുന്നത് ഇനിയും ഏറ്റവും അത്യാവശ്യം എന്ന് പറയുന്നത് 2 തേങ്ങാ മുറിയാണ്. അപ്പം തേങ്ങ വെക്കുമ്പോൾ എന്തെങ്കിലും താഴെ പോകുമെന്ന് അറിയത്തില്ല. അപ്പം സൈഡിൽ വെച്ചിട്ടുണ്ട് തേങ്ങ. 2 മുറി തേങ്ങ ഇവിടെ തേങ്ങ വെച്ചു. ഇനി അത് കഴിഞ്ഞ് നമുക്ക് വേണ്ടത് ഒരു താലമെടുത്ത് ഒരു കോടിമുണ്ടാണ്. ഇതിൻ്റെ കാര്യം പറഞ്ഞാൽ ഇതും എനിക്ക് എൻ്റെ ബർത്ത്ഡേക്ക് ഗിഫ്റ്റായിട്ട് കിട്ടിയതാണ്. എൻ്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തകർ എനിക്ക് സമ്മാനമായി തന്നതാണ്. അത് ഞാൻ ഈ വിഷുവിനെ വെക്കുകയാണ്, ഭഗവാന്റെ മുമ്പിൽ വെക്കുകയാണ്. അതിനോടൊപ്പം തന്നെ വെക്കേണ്ടതാണ് ഗ്രന്ഥം. ഞാൻ നാരായണീയമാണ് വെച്ചത്. ഇനി അതിനോടൊപ്പം തന്നെ വേണ്ടത് ഈ ഗ്രന്ഥവും പുടവ വെച്ച് കഴിയുമ്പോൾ കോഴിമുണ്ട് വെച്ച് കഴിയുമ്പം സിന്ദൂരം വേണം, കൺമഷി വേണം, വെറ്റില വേണം. ഒരു ഉണങ്ങിയ പാക്കാണ് കിട്ടിയത്, നല്ല പഴുത്ത പാക്ക് കിട്ടിയില്ല. വെറ്റില, നാണയം, ഇതുമെല്ലാം ഈ താലത്തിലാണ് വെക്കേണ്ടത്. ഗ്രന്ഥത്തിൻ്റെ കൂടെ വെച്ചു. വെറ്റില, അടയ്ക്ക, നാണയങ്ങൾ. ഇനി നാണയങ്ങൾ വെച്ചു, കുങ്കുമം വെച്ചു, നാണയം വെറ്റ പാക്ക് വെച്ചു, കുങ്കുമം കൺമഷിയൊക്കെ വെച്ചു. ഇനി അതിൻ്റെ കൂടെ സ്വർണ്ണമാണ് വെക്കേണ്ടത്. ഞാനിവിടെ 2 കമ്മലാണ് വെച്ചത്. പിന്നെ ഒരു താലി വെച്ചു. അപ്പം ഇനിയും ഞാൻ കുറച്ച് പഴങ്ങളും കൂടെ ഇതിൻ്റെ മേടി വെച്ചതെല്ലാം കൂടെ താഴെ വീഴും. അതുകൊണ്ട് കുറച്ച് പഴങ്ങളും കൂടെ വെക്കുകയാണ്. നമ്മുടെ കണി വെക്കേണ്ട സാധനമാണ് പഴുത്ത മാങ്ങ. പഴുത്ത മാങ്ങ വെച്ചു. ഒരു മാതള നാരങ്ങ കൂടെ വെച്ചു. പിന്നെ കാർഷിക വിഭവത്തിൻ്റെ കൂട്ടത്തിൽ ഒരു ചേമ്പ് വെച്ചു. പിന്നെ എല്ലാ മുരുകനും ഹനുമാൻ സ്വാമിക്കും ദേവിക്കും എല്ലാം അയ്യപ്പനും ഒക്കെ ഇഷ്ടപ്പെട്ട നാരങ്ങ വെച്ചു. ഇതൊക്കെ നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ വെച്ചാൽ മതി കേട്ടോ. ഇതെല്ലാം പിന്നെ മഹാലക്ഷ്മിക്ക് ഏറ്റവും പ്രിയപ്പെട്ട നെല്ലിക്ക, അത് ഞാൻ ഇതിനോടൊപ്പം വെക്കുകയാണ്. പഴങ്ങളുടെ കൂട്ടത്തിൽ നെല്ലിക്കായും വെച്ചു. അപ്പോൾ ഏകദേശം എന്ന് പറഞ്ഞ എല്ലാ ഫലങ്ങളും പഴങ്ങളും ഒക്കെയായി. നമ്മൾ എന്താ വെച്ച് ഓട്ടുരുളി എടുത്തു, നെല്ല് വെച്ചു, അരി വെച്ചു, പിന്നെ പഴങ്ങളെല്ലാം വെച്ചു, പച്ചക്കറി വെച്ചു. അതുപോലെ തന്നെ പഴങ്ങളിനകത്ത് വെച്ചത് പച്ചക്കറി നമ്മുടെ കാർഷിക വിഭവം എന്ന് പറയുന്ന ചക്ക വെച്ചു. പഴങ്ങളുടെ കൂട്ടത്തിൽ കൈതച്ചക്ക വെച്ചു, പച്ചമാങ്ങ വെച്ചു, പഴുത്ത മാങ്ങ വെച്ചു, കണിവെള്ളരി വെച്ചു, പഴം വെച്ചു, മത്തങ്ങ വെച്ചു, നാളികേരം വെച്ചു, പിന്നെ പഴുത്ത മാങ്ങ, നെല്ലിക്ക, നാരങ്ങ, ചേമ്പ് ഒക്കെ വെച്ചു. ഗ്രന്ഥം പുടവ വെച്ചു, കോടിമുണ്ട് വെച്ചു, ഗ്രന്ഥം വെച്ചു, നാണയം വെച്ചു, വെറ്റ വാക്ക് വെച്ചു, നാണയം വെച്ചു, സ്വർണം വെച്ചു, കുങ്കുമം
കുങ്കുമവും കൺമഷിയും വെച്ചു. ഇപ്പം ഏകദേശമൊക്കെ കാര്യങ്ങളായി. ഇനി നമുക്ക് ഏറ്റവും ഇതിൻ്റെ വൃഷിക്കണി എന്ന് പറയുമ്പം കണിക്കൊന്നയാണ്. അപ്പം കണിക്കൊന്ന ആദ്യം ഭഗവാന് സമർപ്പിച്ചു. നമ്മൾ എഴുന്നേറ്റ് വന്ന് കണി കാണുമ്പോഴേ കാണേണ്ടത് എന്താണ്? കണിക്കൊന്ന പൂവാണ്. ആ മഞ്ഞ കളറിലെ അതിമനോഹരമായ പൂവ്. ഈ കണിക്കൊന്ന പൂവിനും ഉണ്ട് ഒരു ഐതിഹ്യം. അതിപ്പോൾ വിവരിക്കാൻ സമയമില്ലാത്തത് കൊണ്ട് പറയുന്നില്ല. അത് പിന്നെ പുറകാലെ പറഞ്ഞു തരാം. അപ്പം എല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെയാണ് എങ്ങനെയാണ് കണിക്കൊന്ന പൂ ഉണ്ടായത് എന്നുള്ളത്. അപ്പം അങ്ങനെ ഏകദേശം എന്താ പറയുന്ന കണിക്ക് വെക്കേണ്ട സാധനങ്ങളെല്ലാം റെഡിയായി. അപ്പം ഇത് നമ്മുടെ ഇപ്പം ഇതുപോലെ എന്താ പറയുന്നത്, ഇപ്പം എല്ലാ വീടുകളിലും ഇതുപോലെല്ലാം സാധനങ്ങളുണ്ടോ നമുക്കറിയത്തില്ല. ഇപ്പം എല്ലാവരും വില കൊടുത്ത് സാധനങ്ങളൊക്കെ വാങ്ങിച്ചാണ് വിഷുക്കണി ഒരുക്കുന്നത്. പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മുടെ വീട്ടിൽ എന്തോ ഉണ്ടോ, നമ്മുടെ വീട്ടിലുള്ള കാർഷിക വിഭവങ്ങൾ വെച്ചാണ് നമ്മൾ കണി ഒരുക്കേണ്ടത്. അപ്പം ഇപ്പം പക്ഷേ എല്ലാം പിന്നെ ആയതുകൊണ്ട് എന്താ പറയുന്നത്, എല്ലാം പിന്നെ സ്റ്റോപ്പ് ചെയ്ത് നമ്മുടെ വീട്ടിലെ കാർഷിക ഉൽപ്പന്നങ്ങൾ വെച്ചാണ് കണി ഒരുക്കേണ്ടത്. ഇപ്പം പക്ഷേ എല്ലാം എന്താണ് മാർക്കറ്റിൽ സുലഭമായിട്ട് കിട്ടും. വിഷുക്കണി ഒരുക്കാനാണെന്ന് പറഞ്ഞാൽ എല്ലാ സാധനങ്ങളും നമുക്ക് റെഡിയായിട്ട് മാർക്കറ്റിൽ കിട്ടും. എല്ലാ കടകളിലും വിഷു ആകുമ്പോഴത്തേന് ഇഷ്ടം പോലെ വെള്ളരിക്ക, വില കൂടുതലാണെങ്കിലും വെള്ളരിക്ക ഒക്കെ എന്തായാലും നമ്മൾ വിഷു എന്ന് പറയുമ്പോൾ വിഷുക്കണി ഒരുക്കാൻ വെള്ളരിക്ക വാങ്ങിക്കാതിരിക്കില്ല. അപ്പം എല്ലാവരും നമുക്ക് പറ്റുന്ന രീതിയിൽ, എല്ലാവർക്കും പറ്റുന്ന രീതിയിൽ വിഷുക്കണി ഒരുക്കുക. ഭഗവാന്റെ വിഗ്രഹമോ ഫോട്ടോയോ ഉണ്ടെങ്കിൽ അത് അലങ്കരിക്കുക. പിന്നെ വിഷു കൈനീട്ടം, എല്ലാ വീട്ടിലെ മുതിർന്ന ആളുകൾ എല്ലാവർക്കും വിഷു കൈനീട്ടം കൊടുക്കുക. ഭഗവാന്റെ അനുഗ്രഹം എപ്പോഴും എല്ലാവർക്കും ഉണ്ടാകും. എൻ്റെ കൃഷ്ണനെ ഇന്നലെയാണെന്ന് മറന്നതിൻ്റെ അനുഭവം എനിക്ക് കിട്ടി. അതുകൊണ്ട് എന്താണ് ഭഗവാനോട് ആദ്യമേ അനുഗ്രഹം ചോദിക്കുകയാണ്. പിന്നെ എൻ്റെ ഇപ്പം കിട്ടിയ പ്രിയപ്പെട്ട കൃഷ്ണനോടും വളരെ സ്നേഹപൂർവ്വം എൻ്റെ കൂട്ടുകാരൻ എനിക്ക് സമ്മാനിച്ച കൃഷ്ണനോടും എല്ലാം എന്താണ് ഈ വിഷുക്കാലത്ത് വളരെ സന്തോഷമാണ്. കാരണം പുതിയ കൃഷ്ണ വിഗ്രഹം കിട്ടി, പുതിയ സെറ്റ് മുണ്ട് കിട്ടി. ഇതൊക്കെ സമ്മാനമായിട്ട് കിട്ടിയതിൽ വളരെയധികം സന്തോഷിക്കുന്ന എൻ്റെ കൂട്ടുകാർക്ക് ഈ അവസരത്തിൽ നന്ദി പറയുകയാണ്. അപ്പം എല്ലാം കൊണ്ടും എന്താ പറഞ്ഞ ഐശ്വര്യ സമൃദ്ധമായ ഒരു വിഷുക്കാലമാകട്ടെ എല്ലാവർക്കും. അപ്പം എല്ലാ കുടുംബാംഗങ്ങൾക്കും എന്നെ കാണുന്നവർക്കും എന്നെ കേൾക്കുന്നവർക്കും എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. എല്ലാവർക്കും, എന്നെ കാണുന്നവർക്കും എന്നെ കേൾക്കുന്നവർക്കും എല്ലാം സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും ഐശ്വര്യത്തിൻ്റെയും ഒക്കെ നല്ലൊരു വിഷു ആകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. എല്ലാവരും അവരവർക്ക് കഴിയുന്ന രീതിയിൽ വിഷുക്കണി ഒരുക്കുക, വിഷു കൈനീട്ടം എല്ലാവർക്കും കൊടുക്കുക, വിഷു സദ്യ ഒരുക്കുക, കൃഷ്ണ ഭഗവാന്റെ ശ്രീകൃഷ്ണനാമങ്ങൾ ഉരുവിടുക, പുതിയ വസ്ത്രങ്ങൾ ഉണ്ടെങ്കിൽ അത് ധരിക്കുക. പിന്നെ ഇതൊക്കെയാണ് നമ്മുടെ വിഷുക്കാലത്തെ വിഷു മഹോത്സവത്തിൻ്റെ ആഘോഷങ്ങൾ. അതുപോലെ തന്നെ കുട്ടികൾക്ക് അത്യാവശ്യം ഇഷ്ടം പടക്കം പൊട്ടിക്കുക. അപ്പോൾ സന്തോഷത്തിൻ്റെ സൂചകമായി പടക്കം പൊട്ടിക്കും. ഇതെല്ലാം കൊണ്ടും നല്ല ഒരു വിഷുക്കാലമാകട്ടെ ഈ വർഷത്തെ വിഷു. വരും വർഷങ്ങൾ ഈ ഒരു വിഷു ഐശ്വര്യപൂർണ്ണമായി അടുത്ത വർഷത്തെ വിഷു വരെ എല്ലാവർക്കും സമ്പൽ സമൃദ്ധമായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും സമാധാനവും സന്തോഷവും ആയുസ്സും ആരോഗ്യവും എല്ലാം ഉണ്ടാകട്ടെ എന്ന് ഭഗവാന്റെ നാമത്തിൽ പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.